ഈ പുതുമുഖങ്ങളെ വെച്ചിട്ട് സിനിമ എടുക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കുള്ള ടെൻഷൻ നമ്മുടെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഈ പടത്തിൻ്റെ ഓരോ ദിവസത്തെ വിജയവും നമ്മുടെ MBDK ടീമിൻ്റെ വിജയമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വലിയ സന്തോഷം. ഓപ്പണായി പറയാം, ഫാമിലീസ് പടം കാണാൻ കയറുന്നുണ്ട്. ആദ്യം സണ്ണി ലിയോണുള്ളപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ സണ്ണി ലിയോണിൻ്റെ പടമല്ലേ ഫാമിലി കയറാൻ പറ്റുമെന്ന്. പക്ഷേ ഫാമിലീസ് കയറി നല്ല റിവ്യൂ തന്നതിന് ശേഷം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അത് MBDKയുടെ വിജയമാണ്. ഫാമിലിയായിട്ട് അഭിനയിച്ച പടം സണ്ണി ലിയോൺ മൊത്തം ഫാമിലിയായിട്ട് വന്ന് അതെ സെറ്റിലേക്ക് കുട്ടീനെ കൊണ്ടുവന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ആർക്കെങ്കിലും നെഗറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു സിനിമ എല്ലാന്നും കൂടെ ഇപ്പം ഈ വേളയിൽ പറയുകയാണ്. ഏത് വേളയിലും പറയും. കാരണം മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാനതിൽ റൈറ്റർ, അതായത് ഡയലോഗ് എഴുതിയാനും പറയുന്നതല്ല, ഈ മലയാളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് ഒരു ഫുൾ പാക്ക്ഡ് സിനിമയാണ്. അതായത് ഫാമിലി പാക്ക്ഡാണ്, ഫ്രണ്ട്ഷിപ്പുണ്ട്, ത്രില്ലറുണ്ട്. എല്ലാ ജനറേഷനിൽപ്പെട്ടവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. പൊളിറ്റിക്കൽ കാലഘട്ടം ഉണ്ട്, തീർച്ചയായിട്ടും. അതിൻ്റെ രഹസ്യമാണ്. അതെ ഒരു പൊളിറ്റിക്സും പറയുന്നുണ്ട്, ഒരു കൃത്യമായ പൊളിറ്റിക്സും പറയുന്നുണ്ട്. അപ്പോൾ കാണുക. കൈയൊക്കെ കഴിയുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. കയ്യിൽ നമ്മുടെ സിനിമയിലെ മകനും അമ്മയുമാണ്. അപ്പം മായച്ചേച്ചി ഇതിലൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി 2 വാക്ക് മായച്ചേച്ചി സംസാരിക്കും. മായച്ചേച്ചി പറ്റിയുള്ള കമന്റുകൾ, ശ്രീവിദ്യാമ്മയ്ക്ക് ശേഷം മലയാള സിനിമ കണ്ട ഇത്ര ഐശ്വര്യമുള്ള, അത്രയും കുടുംബിനിയായ ഒരു അമ്മ എന്നാണ് എനിക്ക് പറഞ്ഞത്. കിട്ടി. അത് അമ്മയ്ക്കും മോനും സൗന്ദര്യമുള്ള കാരണം കൊണ്ട് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇനിയൊന്നും പറയാനില്ല. നല്ലൊരു സിനിമയുടെ, നല്ലൊരു ഫാമിലി പോലത്തെ എന്താ പറയുക, ഒരു ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. എന്താ പറയുക, ഫാമിലി തന്നെയാണ്. അപ്പോൾ അത് കാരണം അത് ഈസിയായി. എല്ലാ തരത്തിലും നമുക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരും നല്ല ടാലൻറ്റഡ് ആണ്, അതുകൊണ്ട് അവരെ സ്വീകരിക്കണം. തീർച്ചയായിട്ടും അവർ നാളെ എന്താ പറയുക, ഇപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്കറിയാം എത്ര കഴിവുണ്ടെങ്കിലും ഒരു പതർച്ചയുണ്ടാവും. കാരണം നിങ്ങളെങ്ങനെ സ്വീകരിക്കും എന്നുള്ളത്. സോ അവരെ ധൈര്യമായിട്ട് സ്വീകരിക്കാം, അവരെ വിശ്വസിക്കാം. കാരണം അവരിൽ ടാലൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ, തുടക്കക്കാരുടെ ഒരു പേടിയോ വിശ്വാസക്കുറക്കോ അവർക്കുണ്ടാവും. പക്ഷെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താ പറയുക, ശങ്കർദാസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അമ്മയായിട്ടും ശങ്കർദാസിൻ്റെ അച്ഛനായിട്ട് കാണിക്കുന്ന, ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന പരമേശ്വരൻ്റെ വൈഫായിട്ടും ആണ് ഈ ക്യാരക്ടർ വരുന്നത്. അതെ. അപ്പോൾ ആ ഒരു 2 കാലഘട്ടം ഒരേ സിനിമയിൽ തന്നെ, അതും സൂരജിന് 2 കാലഘട്ടം. അപ്പോൾ അത് ഒരു പുതിയ അനുഭവമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ, എന്താ ഒരു കുടുംബം പോലെ തന്നെയാണ്. അവിടെ ഷൂട്ടൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. അതും ഒരു 8 കെട്ടിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ സത്യനന്ദിക്കാട് സാറിൻ്റെ ഒരു സെറ്റൊക്കെ പോലെ. അപ്പോൾ ഇത് നമ്മുടെ ഷാജുൻ സാറിൻ്റെ സെറ്റ് അങ്ങനെയായിരുന്നു. ഷാജുൻ സാറാണ് ഈ ശരിക്കും എന്താ പറയുക അതിൻ്റെ കാരണവരും. പക്ഷേ സ്ട്രിക്റ്റ് അല്ലാത്ത കാരണവരും. അത്ര മനോഹരമായിരുന്നു അത്. വളരെ മൃദുഭാവം. അതെ, മൃദുഭാവയാണ്. പക്ഷെ മൃദുഭാവമാണെങ്കിലും ദൃഢകൃത്യമാണ്. ജോലിയിൽ കൃത്യതയുണ്ട്. എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ഉപദേശങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും. സോ എന്താ പറയുക, ഭാഗ്യമായിട്ട് കരുതണം ഈ ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനും സാറിൻ്റെ സംവിധാനത്തിലൊരു സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞാലും സന്തോഷം. അത്രയേ ഉള്ളൂ. താങ്ക് യു. ഒരു കേക്ക് ഒന്ന് ചേച്ചിയുടെ ഒരു ചെറിയ കട്ടിങ്. കൈ അടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മോൻ കുറേ തിന്നു. ഇതിനൊരു കണക്ക് വേണടേ. 10 കിലോ കൂടും ഈ പടത്തിൻ്റെ. അല്ല, ഈ പടം കഴിയുമ്പോൾ 10 കിലോ കൂടും. എന്തായാലും ഒരുപാട് സന്തോഷം. മൃദുഭാവത്തിൻ്റെ കൃത്യമായ ഭാഗമാകാൻ സാധിച്ചത്. കോഴിക്കോട് തന്നെയാണ് വീട്. ഷാജുൻ കാരാൽ സാറിൻ്റെ സംവിധാനത്തിൽ ഞങ്ങളൊരു സാറിനെ കുറച്ച് കാലമായിട്ട് പരിചയമുണ്ട്. അങ്ങനത്തെ ഒരു പരിചയത്തിൻ്റെ പുറത്തൊക്കെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ വളരെ നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഓടുന്നത് കാണുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം.